ഇസമ്മ വാ പൊളിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് സൈനു കിച്ചണിലേക്ക് നടന്നത്. എന്നാൽ ഞാൻ ഇറങ്ങുവാണ് സഫിയ, മോളെ പോയിട്ട് വരാം. സഫിയോട് പോകുന്ന വിവരം പറഞ്ഞുകൊണ്ട് അവർ ഒരിക്കൽ കൂടെ ഇസമ്മയുടെ മുന്നിലൂടെ ഞെളിഞ്ഞങ്ങനെ നടന്നു. ഇത്തവണ അവരുടെ മുഖത്ത് കാര്യമായ ഒരു പ്രകാശം തന്നെ കാണാമായിരുന്നു. താൻ അടിച്ചുവിട്ട ബടായിൽ ഇസക്കൊച്ച് മൂക്കും കുത്തിയാണ് വീണതെന്ന് കണ്ടതിൻ്റെ മനസ്സുഖമാണ് ആ മുഖത്ത് പ്രകാശിച്ചത്. പക്ഷേ അത് ആദിയുടെ കഴുത്തിൽ കുരുക്കിടാൻ പോകുന്ന കയറാണെന്ന് ആര് കണ്ടു? ബൈക്കിൽ നിന്ന് വീണൂലേ? നോക്കിയൊക്കെ പോയിക്കൂടെ മോനെ നിനക്ക്? രാത്രിക്കുള്ള ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ സഫിയ ആദിയോട് ചോദിച്ചതും പതിവ് പോലെ അവൻ വെടിപ്പായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചു. അതൊന്നും സാരമില്ല ഉമ്മ, ഇടയ്ക്കിങ്ങനെ പരിക്കുകളൊക്കെ പറ്റുന്നത് നല്ലതാ. അതുകൊണ്ട് ഉമ്മയുടെ മോൾക്ക് ഇപ്പം എന്നോട് എന്ത് സ്നേഹമാണെന്നോ. ആദ്യ സമയം നോക്കി കണ്ണടച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യം കൊണ്ട് മുളകെടുത്തു കടിച്ചു. വീണതപ്പോൾ നന്നായില്ലേ മോൻ പറഞ്ഞു വരുന്നേ? അവസാന കുഞ്ഞല്ലേ എന്ന് കരുതി എല്ലാവരും കെട്ടടിച്ച് വിട്ടതായി ഇവളെ. അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ സ്വഭാവത്തിലുണ്ട് താനും. എങ്കിൽ അതിൻ്റെ പ്രശ്നമൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെന്ന് കേൾക്കുന്നത് തന്നെ ഞങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും വലിയ സന്തോഷം തരുന്ന കാര്യമാ. മോൻ കഴിക്ക്. സഫിയ പറഞ്ഞതൊക്കെയും ശരിവെക്കും വിധം തലയാട്ടിക്കൊണ്ട് ആദ്യം മനസ്സിൽ ഇങ്ങനെ കരുതി. അനുഭവിക്കുന്നത് ഞാനായതുകൊണ്ട് ആരും അറിയില്ലെന്നേ ഉള്ളൂ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ മുതലിപ്പോൾ വീട്ടിൽ നിന്നേനെ. എന്തുവാടോ നോക്കിയിരിക്കുന്നേ? വേണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാൻ നോക്ക്. ഇടം കണ്ണിട്ട് ചിരിക്കുന്ന ആദിയോട് പറഞ്ഞ ശേഷം ഇസ കൈ കഴുകി എഴുന്നേറ്റു. എന്നാലും എന്നെ കെട്ടുന്നതിനേക്കാളും നല്ലത് പൊട്ടക്കിണറായിരുന്നു പറഞ്ഞില്ലേ? ഇല്ല, സ്നേഹമല്ല ആദിക്ക് എന്നോട്. ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആ തള്ളയിച്ചയോട് പറയുമായിരുന്നു. കയ്യിലെ നഖം കടിച്ചുകൊണ്ട് ഇസമ്മ മുറിയിലെ ജനാലവക്കിൽ നിന്നും പിറുപിറുത്തു. നിന്നെ പോലെയല്ല നിന്റെ ഉമ്മച്ചി, അപാര കൈപുണ്യമാണ് കേട്ടോ. ഓ വന്നോ തെമ്മാടി. അവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞതും ആദ്യം അവളെ പിന്നിൽ കനത്തിലൊന്ന് ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, എൻ്റെ കാന്താരിക്കെന്താ ഇത്ര വലിയ ആലോചന? ഇന്നലത്തെ ഉടക്കൊന്നും വിട്ടില്ലേ? ഇസമ്മയാണേ ശ്വാസം പോലും കിട്ടാത്തവണ്ണം പെട്ടുപോയിരിക്കുമായിരുന്നു ആദിയുടെ കൈകളിൽ. വിടടോ എന്നെ. അങ്ങനെ വിടാനല്ലല്ലോ ഞാൻ നിന്നെ കെട്ടിയേ. ഇത്രയും ദിവസം എന്നോട് തോന്നിയ സ്നേഹമൊക്കെ വെറുതെ ആയിരുന്നടോ. ഓരോന്ന് ആലോചിച്ചു കൂട്ടിയുള്ള സന്തോഷം കളയല്ലടാ. വിടടോ, എനിക്കും പറയാനുണ്ട് ചിലതൊക്കെ. ഞാൻ ആലോചിച്ചു കൂട്ടുന്നതിന് മാത്രമാണല്ലോ കുറ്റം. താൻ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒന്നൊരു കുഴപ്പമില്ലല്ലോ. തൻ്റെ ഭാഗം മാത്രം അങ്ങനെ വെടിപ്പാക്കാൻ വരട്ടെ. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാതെയും. ശരി പറ, കേൾക്കട്ടെന്നേ. ആദ്യം അവളുടെ മുഖം കയ്യിലെടുത്ത് കണ്ണിൽ നോക്കി സ്വല്പം വാത്സല്യത്തോടെയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഇസമ്മ പറയാൻ വന്നത് തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ ആദിയെ മെഴിച്ചു നോക്കി. ആ നോട്ടം കണ്ടാൽ വീണു പോകും. അത് ഇസമ്മയുടെ തെറ്റല്ലെന്നേ. എന്താ ഇസ, നിനക്കൊന്ന് പറയാനില്ലേ? അത് ആര് പറഞ്ഞു ഇല്ലെന്ന്? താനിങ്ങനെ നോക്കിയെന്ന് വെച്ച് ഞാനങ്ങനെ വീണു പോകത്തൊന്നുമില്ല. എന്നാ പറ, കേൾക്കട്ടെ. താൻ ദേഹത്തുനിന്ന് കൈയെടുത്താലേ ഞാനത് പറയൂ. അവൾ ആദിയുടെ നോട്ടം നേരിടാനാവാതെ മുഖം തിരിച്ചിരുന്നോട് പറഞ്ഞു. ശരി, എടുത്തിരിക്കുന്നു, ഇനി പറയ്. എടോ, താൻ ആ തള്ളച്ചിയോട് പറഞ്ഞില്ലേ എന്നെ കെട്ടുന്നതിലും ഭേദം തന്നെ പൊട്ടക്കെട്ടി തള്ളിയിടുന്നതാണെന്ന്? ഈ സമയമില്ലാത്ത കണ്ണുനീര് തുടച്ചുകൊണ്ട് തിരിഞ്ഞു നിന്ന് കണ്ണിൽ വിരലിട്ട് കണ്ണീര് വരുത്തി കരയുകയാണെന്ന് ആദ്യം ബോധ്യപ്പെടുത്തി. പിന്നെ ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ താൻ എന്നോട് വല്ലാതെ ചൂടായില്ലേ? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തനിക്കിപ്പോഴും ആ തേച്ചിട്ട് പോയവളോട് തന്നെയാണ് എന്നേക്കാളും സ്നേഹമെന്നല്ലേ ഞാൻ കരുതേണ്ടത്? ആര് പറഞ്ഞു അങ്ങനെയൊക്കെ? നിന്നോട് ആരാ ഇസ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ആദ്യം അവളെ നെഞ്ചോട് ചേർത്താണ് പറയാൻ ശ്രമിച്ചതെങ്കിലും ഇസമ്മ അവനെ ബലമായി പിടിച്ചു മാറ്റി. താൻ തന്നെയാ പറഞ്ഞതെന്ന് ആ സൈനു എന്നോട് പറഞ്ഞു. തനിക്ക് തൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം മതിയല്ലോ എന്നെ. മനസ്സിൽ ഇപ്പോഴും ആ മറ്റവള് തന്നെ ആയിരിക്കും. അന്ന് പാസ്റ്റ് പറയുമ്പോൾ തന്നെ എന്തായിരുന്നു ഒരു ഒരപ്പീര്. എൻ്റെ കാര്യത്തിൽ ഞാനിതൊന്നും മനസ്സാവാച കർമ്മണ കണ്ടില്ലെന്ന് പറഞ്ഞു വന്നതും ആദ്യ നടുവിൽ കൈത്താങ്ങി നിന്ന് ഇസമയെ നോക്കി. ആ നോട്ടം കണ്ടതും ഇസമ വെട്ടിത്തിരിഞ്ഞൊരു പോക്കായിരുന്നു ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്തേക്ക്. പക്ഷേ ആദ്യം അവൾക്ക് വിലക്കിട്ടുകൊണ്ട് മുന്നിൽ കയറി നിൽക്കുകയായിരുന്നു. പടച്ചോനാണ്, ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണാണ്. ഞാൻ അങ്ങനെയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇല്ല, താൻ പറഞ്ഞു. എൻ്റെ ഈസ, നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ അങ്ങനെയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാനെങ്ങനെയാ ഇപ്പം നിന്നെ ഒന്ന് വിശ്വസിക്കുക? നിനക്ക് അവരുടെ അഡ്രസ്സ് അറിയാമെങ്കിൽ നാളെ തന്നെ നമുക്ക് അവരോട് പോയി ചോദിക്കാം ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഈസമ്മ മുഖം തിരിച്ചു നിന്നതല്ലാതെ അവനോട് മറുത്തൊന്നും പറഞ്ഞില്ല. ദേ ഇങ്ങോട്ട് നോക്കടി. ആദ്യം അവളുടെ മുഖം പിടിച്ച് അവന് നേരെ പിടിച്ചു. നട്ടപ്പാതിര വരെയും ഓരോന്ന് ആലോചിച്ചു കൂട്ടി. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച ആർക്കാണ് ദേഷ്യം വരാത്തെ? ഞാനായിരുന്നു അങ്ങനെ ചോദിച്ചതെങ്കിൽ നീ എൻ്റെ ജീവൻ പോലും ബാക്കി വെക്കില്ലായിരുന്നു, എനിക്കുറപ്പാണ്.
ഈസമ്മ പിന്നെയും മുഖം തിരിച്ചതും ആദ്യം അവളുടെ കാതോരം മുഖം ചേർത്തു വെച്ചു. വിശ്വസിക്കടി കാന്താരി, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായിട്ടുള്ളത് നെറ്റിയിലൊരു കിസ്, അതും അവൾ എനിക്ക് തന്നത്. ഞാൻ എൻ്റെ ഈസമ്മയ്ക്ക് മാത്രമേ എല്ലാം തന്നിട്ടുള്ളൂ. എനിക്കൊന്നും കേൾക്കണ്ട. ഐ വാണ്ട് ഡിവോഴ്സ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇസമ്മ വഴിക്ക് വരുന്ന ലക്ഷ്യമൊന്നുമില്ലെന്ന് കണ്ട ദേഷ്യം വന്ന ആദി അവളെ പിടിച്ചു ഭിത്തിയിൽ ഒട്ടിച്ചു. നിനക്ക് ഡിവോഴ്സ് വേണമല്ലേ? ഞാൻ തരാം. എവിടെ വേണം, എങ്ങനെ വേണം? അതോ എൻ്റെ ഇഷ്ടം പോലെ ഞാനങ്ങ് തന്നാ മതിയോ? ഇസമ്മയുടെ ദേഹത്ത് കിടന്ന് ഷാളെടുത്ത് അവളെ കൈ രണ്ടും കെട്ടിവെച്ചുകൊണ്ട് ആദ്യം അവൻ്റെ മുഖം അവളിലേക്ക് ചേർത്ത് വെച്ചു. വേണ്ട, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല കൊച്ചേ. ഡിവോഴ്സ് ചോദിച്ച സ്ഥിതിക്ക് ഇനി അത് വാങ്ങിയിട്ട് നീ ഉറങ്ങിയാൽ മതി. ആദ്യ ഇസമ്മയുടെ എല്ലൊടിക്കും വിധം ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്. വേണ്ട, എനിക്ക് ഈ ഡിവോഴ്സ് വേണ്ട. എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി. അങ്ങനെയൊന്നും പറയില്ലടി ഇസമ്മേ. ഒരു ഡിവോഴ്സ്, ഒരേ ഒരു ഡിവോഴ്സ്, അത് മതി. ആദ്യം അവളുടെ ആദരങ്ങളെ സ്വന്തമാക്കുമെന്ന് കണ്ടതും അവൾ കുറച്ചുകൂടി ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. പ്ലീസ് ആദി, എനിക്ക് ഡിവോഴ്സ് ഒന്നും വേണ്ട. ഞാൻ തന്നെ ഒരിക്കലും സംശയിക്കില്ലടോ. എനിക്ക് തൻ്റെ കൂടെ ജീവിച്ചാൽ മതി. പ്ലീസ്, ഇപ്പം എന്നെ ഒന്നും ചെയ്യരുത്. ശരി, ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ നീ പറഞ്ഞത് തന്നെ കുറച്ചുകൂടി റൊമാൻറ്റിക്കായിട്ട് പറഞ്ഞ എൻ്റെ ഈ ചുണ്ടത്തൊരു മീശ പിരിച്ചുകൊണ്ട് ആദ്യം അവളുടെ വലതുഭാഗത്ത് ഭിത്തിയിലേക്ക് ചാഞ്ഞു നിന്ന് അവളുടെ കാതിനും മുടിക്കും ഇടയിലെ മുഖം ചേർത്തു നിന്നു. എൻ്റെ കാല്. ആദിസമ്മയുടെ കാല് ചവിട്ടി പിടിച്ചതിൻ്റെ ഒച്ചയാണ്. ഞാൻ പറയാം. ഗുഡ് ഗേൾ. അപ്പോൾ തുടങ്ങിക്കോ. പ്ലീസ് ആദിക്ക, എനിക്ക് ഡിവോഴ്സൊന്നും വേണ്ട. അത് പറഞ്ഞുകൊണ്ട് ഇസമ്മ കണ്ണടച്ചുകൊണ്ട് ആദിയെ നോക്കി മൗനമായി നിന്ന് ശ്വാസമെടുത്തു. ഡിവോഴ്സ് വേണ്ട, പിന്നെ ബാക്കി? ആദ്യം അവളുടെ മുടിക്കുകളിലേക്ക് മുഖം ചേർത്തുകൊണ്ട് കാതിൽ പറഞ്ഞതും ഇസമ്മ അടിമുടി വിറച്ചുപോയി. ഞാൻ പറയില്ലടോ. അല്ല, പറയുവല്ലേക്ക. ഇസമ്മ തിരുത്തി പറഞ്ഞുകൊണ്ട് ബാക്കിയും തുടർന്നു. ഞാനെനിക്ക് സംശയിക്കില്ല. എനിക്ക് ഇക്കാടെ കൂടെ ജീവിച്ചാൽ മതി. പ്ലീസ്, എന്നെ ഒന്ന് അഴിച്ചുവിട്. എത്ര വിളച്ചിലെടുത്താലും എൻ്റെ ശ്വാസമൊന്ന് ദേഹത്ത് വീണ വിറക്കുന്ന പെണ്ണാണ് നീ. വീരവാദങ്ങൾ മുഴക്കുന്നതിന് മുൻപേ ഇത് ഓർമ്മ വേണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നോട് എങ്ങനെയാണോ അതുപോലെയായിരിക്കും ഞാനുമെന്ന്. പോയി ഫാനിട്ട് കിടന്നുറങ്ങടി. ഇസമ്മയുടെ കയ്യിലേക്ക് കെട്ടഴിച്ചുകൊണ്ട് ആദ്യം അവളെ വെറുതെ വിട്ടയച്ചു. ഇസമ്മോ? ഉറക്കം പിടിച്ചു വന്ന ഇസമ്മയെ കൈകൊണ്ട് മൂടിയായിരുന്നു ആദ്യം വിളിച്ചത്. എന്താ ആദി, എനിക്ക് ഉറങ്ങണം. എത്ര കാലം കൂടിയാ ഞാൻ എൻ്റെ വീട്ടിലൊന്ന്. പ്ലീസ് ആദി, എന്നെ ഒന്ന് ഉറങ്ങാൻ വിട്. എൻ്റെ വീടല്ലാത്തത് കൊണ്ടാവാം എനിക്ക് ഉറക്കം വരുന്നില്ല. ഇസമ്മ, നമുക്ക് ചെറിയൊരു ട്രിപ്പ് പോയാലോ? എണീക്കടി പ്ലീസ് ആദി, എനിക്ക് ഉറങ്ങണം. ഇസാ. ആദ്യം ഒന്നുകൂടെ വിളിച്ചതും അവൾ എഴുന്നേറ്റ് മുഖം തുടച്ചുകൊണ്ട് ആദിയെ ദയനീയമായി നോക്കി. ഇസമ്മയുടെ ഇരിപ്പ് കണ്ടതും ആദിക്ക് കഷ്ടം തോന്നിയെങ്കിലും കാന്താരി അങ്ങനെ വെറുതെ ഉറക്കി കിടത്താനൊന്നും ആദിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഈ തണുപ്പുള്ള രാത്രിയിൽ കെട്ടിപ്പിടിച്ചിരുന്ന് പോകാൻ തന്നെ എന്തൊരു രസമായിരിക്കുമെന്ന് അറിയോ തനിക്ക്? ഉറങ്ങണം പ്ലീസ് ആദി, ഒന്ന് പറഞ്ഞോണ്ട് വരരുത്. എനിക്കുറങ്ങണം. ശരി, ഞാനെന്നാ തനിച്ചു പോയിക്കൊള്ളാം. വേണ്ട, ആദ്യം കിടന്നുറങ്ങ്. നേരം വെളുത്തിട്ട് ഏത് നരകത്തിലോട്ട് വേണേലും ഞാൻ വരാം. എനിക്കാകെ ബോറടിക്കുന്നടോ. നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോകുവാ. ആദ്യം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റപ്പോഴേക്കും ഇസമ്മ അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് വലിച്ചിട്ടു. പോകല്ലേ ആദി. പോകാതെ പിന്നെ നീ വരില്ലല്ലോ കൂടെ. ആദ്യം അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. വരാം, പക്ഷെ പെട്ടെന്ന് തിരിച്ചു വരണം. ഏറ്റോ? ആദ്യം ശരിവെക്കുന്നത് പോലെ തലക്കുലുക്കിയെങ്കിലും അവൻ്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. ഇസമ്മ എണീറ്റ് മുടിയൊന്നൊതുക്കി കെട്ടുമ്പോഴേക്കും ആദ്യ ടീഷർട്ട് മേൽ ജാക്കറ്റ് എടുത്തിട്ടു. ഇറങ്ങാം. അങ്ങനെ അങ്ങ് പോയാലോ മോനെ ആദി? എന്തായാലും നമ്മൾ ട്രിപ്പ് പോകുമല്ലേ, അപ്പോൾ പിന്നെ എളുപ്പത്തിൽ വാതിൽ തുറന്ന് പോകുന്നതിലൊന്നും ഒരു ത്രില്ലില്ല. ഇസമ്മ ചിരിച്ചുകൊണ്ട് ജനാല ചൂണ്ടി പറഞ്ഞതും ആദിയുടെ കിളിയൊന്ന് പറന്ന് തിരിച്ചു വന്നു. ഇതുവഴി എങ്ങനെ? താഴേക്കെടുത്ത് ചാടാനോ? നീ എല്ലാം കൊല്ലാനുള്ള പരിപാടിയാണോ? അങ്ങനെ വേഗത്തിൽ നിങ്ങളെ ഞാൻ കൊല്ലുമോ മനുഷ്യ? നിങ്ങളെ ഉണ്ടല്ലോ ഇഞ്ചിഞ്ചായി കൊല്ലണം, എന്നാലേ കൊല്ലുന്നതിൻ്റെ ഒരു സുഖം കിട്ടൂ. ദേ, ഇനി ഡോക്ടർ ഈസിയായി ചാടാലോ. അവൾ ജനാലയ്ക്ക് മുകളിലേക്ക് ലോക്കെടുത്ത് റോപ്പ് വലിച്ച് താഴേക്കിട്ടു. ആദിയെ നോക്കി കയ്യിലെ പൊടി തട്ടി. എടി കാന്താരി, അപ്പം ഇതിനാണല്ലേ ഇവിടെ കയറൊക്കെ സെറ്റ് ചെയ്തേക്കുന്നേ? അപ്പം ഈ പാതിരാചാട്ടം പണ്ടേ പതിവുള്ളതാണല്ലേ? ഇതങ്ങനെ പാതിരക്ക് ചാടാൻ വെച്ചതൊന്നുമല്ല. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ എസ്കേപ്പ് ആകാനുള്ള ചെറിയൊരു ഓപ്ഷൻ, അത്രമാത്രം. പേടിയില്ലെങ്കിൽ ഡോക്ടർ ചുമ്മാ ചാടിക്കണേ. എനിക്കെന്ത് പേടി? അതെ, ആവേശമൊക്കെ കൊള്ളാം. കയറിനറിയില്ല ഡോക്ടറാണെന്ന്, അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ ഇറങ്ങാൻ നോക്ക്. ഓക്കെ, പേടിക്കേണ്ട, ഞാൻ സൂക്ഷിച്ചോളാം.
ആദ്യ റോപ്പിലൂടെ മുറ്റത്തേക്ക് എത്തിയതും ഇസമ്മ അവളുടെ ഫോണും ചെരുപ്പുമെല്ലാം എടുത്ത് താഴേക്ക് ഇട്ടുകൊടുത്തു. ഇസമ്മയ്ക്ക് പിന്നെ ഇതിനൊരു പുത്തിരി ഇല്ലാത്തതുകൊണ്ട് അവൾ ഈസിയായി താഴേക്ക് പോന്നു. ആദ്യ ബൈക്ക് ന്യൂട്രലിട്ട് എടുക്കുമ്പോഴേക്കും ഇസമ്മ ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ട് ഗേറ്റ് തുറന്നു കൊടുത്തു. ഷെടാ, ഈ ബാഗ് ആദ്യം എടുത്ത് വെച്ചില്ലായിരുന്നു. എന്താ ആദി ഇതിലിത്ര കനം? അതൊക്കെ ഇനി വന്നിട്ട് നോക്കാം, നീ ആദ്യം കയറിൻ്റെ കുഞ്ഞൂസേ. ആദി പറഞ്ഞുകൊണ്ട് ഇസമ്മ ബൈക്കിന് പിന്നിൽ കയറി ആദിയെ ചുറ്റിപ്പിടിച്ചിരുന്നു. ആദി ഇസമ്മയോട് വാതോരാതെ സംസാരിക്കുന്നുണ്ട് എങ്കിലും ഇസമ്മ കോട്ടുവായിട്ട് ഇരിക്കുകയായിരുന്നു കുറേ സമയം വരെ. ഇസമ്മ ഉറങ്ങിയെന്ന് കണ്ടപ്പോഴേക്കും ആദി സംസാരം നിർത്തി അവളുടെ മുടിയിലൊന്ന് തഴുകി. മരം കോച്ചുന്ന മഞ്ഞിൻ്റെ തണുപ്പ് ദേഹമാകെ വാരി പുണർന്നതും ആദിനെ വിളിച്ചുകൊണ്ടവൾ ഉറക്കച്ചടവോടെ ബൈക്കിലിരുന്ന് ഞെരിപിരി കൊണ്ടു. അടുത്ത നിമിഷം കണ്ണു തള്ളി താഴെ വീഴാനൊരു നോട്ടവും നോക്കിക്കൊണ്ടവൾ ആദിയുടെ തോളിൽ മൃദംഗം വായിച്ചു തുടങ്ങി. ആദി, നമ്മളിതെവിടെയാ? നേരം വെളുത്തു. എല്ലാവരും അന്വേഷിക്കും മുൻപ് നമുക്ക് വീട്ടിലെത്തണ്ടേ? വേഗം വണ്ടി തിരിച്ചുവിട്. മറുപടിക്ക് പകരമായി അവൻ്റെ പൊട്ടിച്ചിരി ശബ്ദം കേട്ടതും ഇസ വാടിയ മുഖത്തോട് അവൻ്റെ മേത്തുനിന്ന് കൈയെടുത്തു. താൻ എന്താടോ ഡോക്ടർ, ഒരുമാതിരി വില്ലന്മാരെ പോലെ ചിരിക്കുന്നേ? വണ്ടി തിരിച്ചുവിടടോ. ഇസമ്മ, ഞാൻ നിന്നെ തട്ടിക്കൊണ്ട് പോകുവല്ലേ അങ്ങ് മണാലിയിലേക്ക്. പിന്നെങ്ങനെ വണ്ടി നിർത്തും? പറ. നല്ല കുട്ടിയായിട്ട് മിണ്ടാതിരുന്നോ? ഇല്ലെങ്കിൽ നീ ചോദിച്ചില്ലേ നേരത്തെ എന്താ ബാഗിലെന്ന്? ക്ലോറോഫോമും മയക്കുവെടിയുമടക്കം പലതുമുണ്ടതിൽ. പിന്നെ ഞാൻ വിചാരിക്കുമ്പോഴേ നീ കണ്ണു തുറക്കൂ. ഇത് ചീറ്റിംഗ് ആണ് ആദി. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോകണം. വണ്ടി നിർത്തടോ ചതിയാ, ഇല്ലെങ്കിൽ ഞാനിറങ്ങി ചാടും, പറഞ്ഞേക്കാം. ഹേയ്, അബദ്ധമൊന്നും കാണിക്കല്ലേ. ഇത് നീ നമ്മുടെ ഹണിമൂൺ ട്രിപ്പായിട്ട് കൂട്ടിയാൽ മതിയെന്നേ. വേറെന്താ നിൻ്റെ പ്രശ്നം? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊന്നും പറയാതിരുന്നത്. അതൊരു പ്രശ്നമാണോ? ഈ മഞ്ഞിനെയും മരങ്ങളെയും സാക്ഷിയാക്കി പറയിസമോ, നിനക്ക് ഈ ലോകത്തിൻ്റെ ഏതറ്റത്തേക്കാണ് പോകേണ്ടത്? തൻ്റെ ഒരു കണിമൂണും സർപ്രൈസും. കണിമൂൺ അങ്ങനെയും പറയുന്നതിൽ തെറ്റില്ല. പറ, നിനക്ക് എവിടേക്ക് പോകേണ്ടതെന്ന്. ഇടോ താൻ ചൂടാവല്ലടി കാന്താരി. ഇസം ശരിക്കുമൊന്ന് ചൂടായതും ആദ്യം അവളെ തണുപ്പിക്കാനൊരു ശ്രമം നടത്തി നോക്കി. അപ്പോഴേക്കും അവളുടെ ശബ്ദം താണു വന്നിരുന്നു. ദേ ആദി, ഇതൊന്നും ശരിയല്ലട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഇന്നലെയാണ് വീട്ടിലേക്കൊന്ന് വന്നത്. എന്നിട്ട് വീട്ടുകാരോടും പോലും പറയാതെ, അതും നിന്ന കോലത്തിൽ. ഇങ്ങനെയൊന്നുമല്ല ആരും ഹണിമൂണിന് പോകുന്നേ. ഇതൊക്കെ കുറച്ച് കഷ്ടമാണ്. എന്തെങ്കിലും ഒരു രസമൊക്കെ വേണ്ടടി ഇസമോ. നീ ഇറങ്ങ്, ചൂടായിട്ട് നമുക്കൊരു ചായ കുടിക്കാം. എന്നിട്ടാവാം ബാക്കി തല്ലുപിടി. നിന്ന കോലത്തിൽ മനുഷ്യനെ വീട്ടിൽ നിന്ന് ചാടിച്ചിട്ട് അങ്ങേരുടെ ചായ എനിക്കൊന്നും വേണ്ട. ഈ സമയം ദേഷ്യപ്പെട്ട മുഖം തിരിച്ചിരുന്നുവെങ്കിലും അവൾക്ക് കൂടിയുള്ള ചായയും വാങ്ങിയാണ് ആദ്യം അടുത്തേക്ക് ചെന്നത്. ദാ ഇത് പിടിക്ക്. വീട്ടുകാരൊന്നും അറിഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. നീയൊഴികെ എല്ലാവർക്കും അറിയാമായിരുന്നു നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. പിന്നെ രാത്രി ജനൽ ചാടി വന്നതിൻ്റെ ചെറിയൊരു പരിഭവമൊക്കെ കാണും. അത് നമുക്ക് ഇപ്പോൾ തന്നെ തീർക്കാം. ആദ്യം കുറച്ച് മാറി ഇസമ്മയുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോഴേക്കും ഇസമ്മ ബുള്ളറ്റിൻ്റെ കണ്ണാടിയിലൊന്ന് വിഷമത്തോടെ നോക്കി. കൊള്ളത്തമ്മാടി, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ. ഷോ, എന്നാലും എൻ്റെ കോലം നോക്ക്. ഏയ്, നമുക്കിനിയൊന്ന് ഫ്രഷായിട്ട് പതുക്കെ അങ്ങ് പോകാമല്ലേ? എനിക്കറിയില്ല ഒന്നും. എന്നോട് ചോദിച്ചില്ലല്ലോ താൻ തീരുമാനങ്ങളൊന്നും എടുക്കുന്നേ. പിണക്കമാണോടി നീ? അതെ, പിണക്കം തന്നെയാ. താൻ ഏത് നരകത്തിൽ കൊണ്ടുപോയി കൊന്നാലും എനിക്കൊന്നുമില്ല. വണ്ടി എടുക്കടോ കിഡ്നാപ്പറേ, എനിക്കുറങ്ങണം. എന്നെ ചുറ്റിപ്പിടിക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ലേ നീ ഇങ്ങനെ തിടുക്കം കൂട്ടുന്നേ. ഡ്രാമയൊന്നും വേണ്ട മോളെ. വണ്ടി എടുക്കുന്നതിനിടെ ആദി ഗ്ലാസ്സിലൂടെ ഈ സമയം നോക്കി പറഞ്ഞു. ചിരിയാലെ തുടുത്ത മുഖം ആദിയുടെ തോളിൽ ചേർത്തുകൊണ്ടവൾ ആദിയെ കെട്ടിപ്പിടിച്ചിരുന്നു. മഞ്ഞിൻ്റെ മൂടുപടം മാറ്റി സൂര്യൻ കണ്ണ് ചെമ്മി തുറക്കുമ്പോഴും രണ്ടാളും ഒരു ഹോട്ടലിലേക്ക് മാറിയിരുന്നു. ഫ്രഷായി ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്ത് പോകാമെന്നാണ് ആദി കരുതിയിരുന്നത്. കൂട്ടത്തിൽ ഇസമയം നിന്ന കോലത്തിൽ ഹണിമൂൺ തട്ടിക്കൊണ്ടു പോയെന്ന് പരാതിയും മാറി കിട്ടുമല്ലോ എന്ന് ഓർത്തു. ഇസമയം ഒരു ഉറക്കവും കഴിഞ്ഞ് ജനാലക്കരികിൽ നിന്ന് ട്രാഫിക് ബ്ലോക്ക് ആസ്വദിച്ച് നിൽക്കുമ്പോഴേക്കും ആദി ഫ്രഷായിക്കൊണ്ട് പുറത്തേക്ക് വന്നു. മനസ്സിലെ സന്തോഷം കൊണ്ട് കാലുകൊണ്ട് കളം വരയ്ക്കുന്ന രീതി മാറ്റി ഇസമ്മ ചില്ലു ജനലിലെ വിരൽ കൊണ്ട് ചിലന്തി കോറിയിട്ടു. ആദ്യ അടുത്തേക്ക് വരുന്നതും തന്നെ ചേർത്ത് പിടിക്കുമെന്ന് മോഹിച്ചായിരുന്നു ആ നിൽപ്പ്. പക്ഷെ എവിടെ? ആദിയല്ലേ മോനെ. ഇസമ്മയുടെ തൊട്ടരികിൽ വന്നു നിന്നവൻ നിരത്തിലേക്ക് കണ്ണ് പായിച്ചുകൊണ്ട് തല തുവർത്തി. എന്തൊരു ട്രാഫിക് ബ്ലോക്ക് അല്ലേ? ആദ്യ ഇസമ്മേനെ നോക്കി നാക്ക് പുറത്തേക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആ, എനിക്കറിയില്ല. പ്രതീക്ഷിച്ചത് നടക്കാത്തതിൻ്റെ നിരാശ മുഖത്ത് വീർപ്പിച്ചുകൊണ്ടാണ് ഇസമ്മ ഇത് പറഞ്ഞത്. ഹേയ് ഇസമ്മ, എങ്ങോട്ടായി പോകുന്നേ? ഇസമ്മയ്ക്ക് വിലക്കിട്ട് മുന്നിൽ നിന്നുകൊണ്ട് ആദി അവളുടെ കയ്യിൽ കയറി പിടിച്ച് ചോദിച്ചു. ആദി,
ഓ. അവൻ വിളി കേട്ടതും ഇസമ വീണ്ടും അവനെ കൊഞ്ചി കൊഞ്ചി പേര് വിളിച്ചുകൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺസിൽ വിരൽ ചുറ്റി. ആദി, എടി നിനക്ക് എന്തേലും പറയാനുണ്ടോ? ഉണ്ടേൽ മുഖത്ത് നോക്കി പറയടി കള്ളി കാന്താരി. അവളോടുള്ള ചോദ്യത്തിനിടെ ആദി മീശയൊന്ന് തെറുത്തു വെച്ചിരുന്നു. അവൾ ഉണ്ടെന്ന ഭാവത്തിൽ തലകുലുക്കിക്കൊണ്ട് ആദിയോട് അവളെ എടുക്കാൻ പറഞ്ഞ് കൈ ഉയർത്തിക്കൊണ്ട് നിന്നു. ഇല്ല, നിന്നെടുക്കുന്ന പ്രശ്നമേ ഇല്ല. പ്ലീസ് ആദി. അവൾ ആദിയുടെ കാലുകളിൽ കയറി എത്തി വലിഞ്ഞു നിന്നു. പ്ലീസ്. ഇത്തവണ അവളുടെ ശബ്ദം വീണ്ടും അടഞ്ഞു പോയിരുന്നു. ആദിയോട് എന്തൊക്കെയോ പറയാൻ വെമ്പി നിന്ന പോലെ അവളുടെ കണ്ണുകളിൽ നീർത്തുള്ളികൾ വന്നടിഞ്ഞു. ആദി അവളുടെ പ്രണയം നിരസിച്ചു നോക്കി നിന്നെങ്കിലും അവൻ്റെ ഉള്ളം അവൾക്കായി വല്ലാതെ കൊതിക്കുന്നുണ്ടായിരുന്നു. ആദി തന്നെ വകവയ്ക്കുന്നില്ലെന്ന് കണ്ട് ഇസമ്മ മുന്നിൽ നിന്നും മാറാനൊരുങ്ങിയതും ആദിയുടെ വിരലുകൾ മുടിക്കുള്ളിലൂടെ ചെന്നവളെ തടഞ്ഞു വെച്ചിരുന്നു. മരണം പോലും മരവിക്കുന്ന പ്രണയത്തോടെ ആദി അവളുടെ നെറ്റിയിലൂടെ പടർന്നിറങ്ങുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മഴമേഘം മായാനെന്ന പോലെ അവൻ്റെ ശ്വാസക്കാറ്റിൽ അവളുടെ മിഴികളിൽ പതിയെ മഴ ചാറി നിന്നു. വെമ്പലോടെ അവൾ രോമം തിങ്ങിയ ആദിയുടെ കവിളുകളിൽ നേർത്ത ശബ്ദത്തോടെ ഉമ്മ വെച്ചു. ആദിയാകട്ടെ അവളുടെ സ്നേഹത്തിൽ ഇന്നോളമില്ലാത്ത സന്തോഷം കണ്ടെത്തുകയായിരുന്നു. എന്തിനാ ആദി എന്നോട് ഇത്രയും സ്നേഹം? ഞാനെന്ത് മനസ്സിലാഗ്രഹിച്ചാലും എല്ലാം എനിക്ക് സാധിച്ചു തരുന്നു. എന്നിട്ടും വിഷമമല്ലാതെ എന്താ ഞാൻ ആദിക്ക് തന്നിട്ടുണ്ടോ? ആദിക്ക് എങ്ങനെയാ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഇത്ര കൃത്യമായി അറിയാൻ കഴിയുന്നേ? എനിക്കാദിയെ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതെന്താ? അതൊക്കെ സ്നേഹം കൊണ്ട് മനസ്സിലാകുന്നതല്ലടി കാന്താരി. നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് സ്നേഹക്കുറവ് കൊണ്ടാണ്. ഇസയുടെ കയ്യിൽ ഉമ്മ വെച്ചുകൊണ്ട് ആദി മുടിയിഴകളിൽ മെല്ലെ വകഞ്ഞൊതുക്കി നെറ്റിയിൽ ഉമ്മ വെച്ചു. ഇത്തവണ ആദിയുടെ ഇഷ്ടങ്ങൾക്കൊന്നും എതിരു പറയാതെ അവൾ അതരങ്ങൾ തമ്മിൽ ചേർത്തു വെച്ചു. മൗനമായി നിന്നുകൊടുത്തു. ചോരയുടെ ചുവനാവൽ പടർന്നിറങ്ങിയതും അവൾ പിണക്കം അഭിനയിച്ച് പിന്നിലേക്ക് മാറി. കയ്യിലെടുത്തൊന്ന് വട്ടം ചുറ്റിയതോടെ ആ പിണക്കവും അലിഞ്ഞു പോയിരുന്നു. ഡോക്ടറെ വേണ്ടാട്ടോ. ബെഡിലേക്ക് പിടിച്ചിട്ടതും അവൾ ആദിയുടെ ചുണ്ടുകളെ മറച്ചുകൊണ്ട് പറഞ്ഞു. ഇസ പറഞ്ഞു മുഴുമിക്കും മുന്നേ അവൻ്റെ കരങ്ങൾ തളരിൽ വീണ മഞ്ഞുതുള്ളിയെപ്പോലെ അവളുടെ മെയ്യിലാകെ ഇഴഞ്ഞു നീങ്ങി. അവൻ്റെ തലോടലിൽ ഹൃദയം തളർന്നുറങ്ങിയോ എന്ന് അവൾക്ക് തോന്നിപ്പോയി. അത്രമേൽ നിശബ്ദതയും പ്രണയവും പിന്നീട് അവർക്കിടയിൽ കടന്നെത്തിയിരുന്നു. ആദിയുടെ പ്രണയം നിരസിക്കാനാകാതെ മറച്ചു പിടിച്ച കൈകളാൽ ചുണ്ടിൽ നിന്നും വേർപ്പെടുത്തി. അതിരങ്ങൾ കൂടി മെല്ലെ മെയ്യോട് ചേർന്നതും അവൾ പ്രണയാർദ്രതയോടെ അറിയുകയായിരുന്നു ഹൃദയവും പ്രണയവും ഇനിയും അവൾക്കുള്ളിൽ തളർന്നുറങ്ങിയിട്ടില്ലെന്ന്. കവിളിൽ തലോടി നീങ്ങിയ വിരൽ തുമ്പിൽ നിന്നും ആദി അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൾക്കുമേലുള്ള നോട്ടങ്ങൾ ഓരോന്നും പിന്നെ പ്രണയ തീവ്രതയോടെയായിരുന്നു. ഒന്നും പറയാനോ വഴുതി മാറുവാനോ ആ നോട്ടം കൊണ്ട് അവൾ കഴിഞ്ഞിരുന്നില്ല. തളർന്നു പോകുന്ന പ്രണയ ചൂടിൽ അവൾ മെത്തവിരിയിൽ കൈ ചുരുട്ടി പിടിച്ചു. അടുത്ത നിമിഷം ആദിയുടെ വിരലുകൾ ആ കരങ്ങളിൽ കോർക്കപ്പെട്ടു. പിന്നെയും എത്രയോ നേരം അവൾ ആദിയുടെ നെഞ്ചിൽ താളത്തിൽ മതിമറന്നു പോയിരുന്നു. പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും റൂം വെക്കേറ്റ് ചെയ്തവർ യാത്ര തുടർന്നിരുന്നു. പലയിടങ്ങളിലും കയറിയിറങ്ങി. മണാലിയിലേക്ക് ചെല്ലാൻ അവർക്ക് 4 ദിവസത്തോളം വേണ്ടി വന്നു. അവിടേക്കുള്ള യാത്രയുടെ തുടക്കത്തിൽ തന്നെ ആദ്യം അവർക്കൊരു റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നു. അതായിരുന്നു മണാലിയിലെ അവരുടെ താമസ കേന്ദ്രം. ആദ്യം നൽകുന്ന സ്നേഹവും കരുതലുമെല്ലാം കാണുമ്പോൾ ഇസമയ്ക്ക് അവനെ ഒരു നേരം പോലും പിരിയാൻ തോന്നിയിരുന്നില്ല. പോരാത്തതിന് അവിടങ്ങളിലെ മഞ്ഞു പെയ്യുന്ന കാലാവസ്ഥയും കൂടി ആയപ്പോൾ പിന്നെ പറയണ്ട. അതെ, ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാനല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ മണാലിയുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ കൂടിയാ. പറഞ്ഞു വന്നത് അവളുടെ നെറ്റിയിൽ ഉടക്കുന്നതിനും ഇസമ്മ ആദിയെ നോക്കി പുഞ്ചിരിച്ചു. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് മടങ്ങാനുള്ളതാണ്. അതുകൊണ്ട് എവിടെ പോകണമെങ്കിലും ഇപ്പൊ പറഞ്ഞോളണം. പിന്നെ പരാതി പറഞ്ഞ കൊല്ലും ഞാൻ നിന്നെ. ഇപ്പൊ കിട്ടുന്ന കരുതലും സ്നേഹവും ഒന്നും പുറത്തു പോകുമ്പോൾ കിട്ടില്ലല്ലോ ആദി. ആദിക്കതിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പതിയെ അവളുടെ മുടിയിഴകളെ തലോലിച്ചുകൊണ്ട് അവളുടെ വിരൽ തുമ്പിൽ മൃദുവായെന്ന് ചുംബിച്ചു. പിന്നീട് അവർ മണാലിയിലെ പ്രധാനപ്പെട്ട ചിലയിടങ്ങളിലൊക്കെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് തിരികെയുള്ള യാത്രയ്ക്കായി തയ്യാറായി. അന്ന് രാത്രി മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ അവൾ ആദിയുടെ നെഞ്ചിൽ തലചായ്ച്ചു കിടന്നു. ആദി എന്നോട് പറഞ്ഞത് സത്യമാണോ? എന്താടാ? നമ്മൾ ഇങ്ങോട്ടേക്ക് പോരാൻ നേരം ആദി എന്നോട് പറഞ്ഞില്ലേ എനിക്കിഷ്ടമുള്ള എവിടെ വരെ വേണമെങ്കിലും പോകാമെന്ന്? ആദി ചിരിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് തലയിൽ കൈ താങ്ങി വെച്ചു. നിനക്കിപ്പോൾ എവിടെ പോകണ്ടേ? എനിക്കൊരിവിടം വരെ പോകണം ആദി. കൊണ്ടുപോകുമോ? പറ കേൾക്കട്ടെ, എവിടെയാണെന്ന്. രാജസ്ഥാൻ. ഇത്തവണ ഇസമ്മയുടെ ശൈലിയിൽ പഷ്ടെന്ന് പറഞ്ഞതും ആദിയായിരുന്നു. എന്തി കൊണ്ടുപോകില്ലേ?
അവിടം വരെ ബൈക്കിൽ, പിന്നെ 3-4 ദിവസം സ്റ്റേ. എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും എൻ്റെ ജോലി പോകുമല്ലോടി കാന്താരി. എന്നാ വേണ്ട, ഞാൻ വെറുതെ. അവൾ നിരാശയോടെ കണ്ണുകൾ അടച്ചതും ആദ്യം അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു. ഇതിപ്പോൾ മെഡിക്കൽ ലീവ് കിട്ടിയതല്ലേടാ, നമുക്ക് പിന്നീട് ഒരിക്കൽ പോകാം. മതി, ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്കെവിടെയും പോകണ്ട ആദിയുള്ള ഇടമാണ് എൻ്റെ സ്വർഗം. ആ സ്വർഗത്തിൽ നിന്നും ആരെങ്കിലും മരുഭൂമിയിലേക്ക് എടുത്ത് ചാടുമോ? അല്ലേ? വേണ്ട, എനിക്കെവിടെയും പോകണ്ട ഇങ്ങനെ കൂടെ ഉണ്ടായാൽ മതി. അവൾ സന്തോഷത്തോടെയാണ് പറഞ്ഞതെങ്കിലും ആദിയുടെ മനസ്സിലൊരു നോവ് പടർന്നിരുന്നു. ആദി, പറമോളെ. പക്ഷേ എന്തിനിങ്ങനെ വിളിക്കണേ? എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ ഈ ഒലിപ്പീരുള്ള വിളി. പക്ഷേ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ എന്നെക്കാളും 10 വർഷം ലേറ്റായി പോയില്ലേ? നീ എൻ്റെ കുഞ്ഞുമോളായി പോയില്ലടി കാന്താരി. പിന്നെ എങ്ങനെയാ അങ്ങനെ വിളിക്കാൻ തോന്നാതിരിക്കുക? ക്യൂട്ട്നെസ് കൂടിപ്പോയതിൻ്റെ കുറ്റമാണോ? കിളവനായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ? 10 വർഷം മുന്നേയൊക്കെ റിലീസാവാൻ ആരാ പറഞ്ഞേ? കിളവൻ നിന്റെ തന്തയാടി, തന്ത നിന്നെയുണ്ടല്ലോ. ആദ്യം അവളുടെ ചെവി തിരിക്കാൻ ഒരുങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്താ, കൊല്ലണമെന്ന് തോന്നുന്നുണ്ടോ? ആ, തോന്നുന്നുണ്ട്. നിന്റെ പപ്പടമുഖം കണ്ടേച്ചാലും മതി, പൊളിച്ചെടുക്കാൻ തോന്നും. അപ്പോഴാ ക്യൂട്ടേ. ആര് പറഞ്ഞു നീ ക്യൂട്ടാണെന്ന്? ഇസമ്മയെ ചൊടിപ്പിച്ചുകൊണ്ട് തിരിഞ്ഞതും ഇസമ്മ ആദിയുടെ മൂക്ക് കടിച്ചെടുത്തു. അയ്യോ, എൻ്റെ പട്ടിക്കുഞ്ഞ്, വിടടി എന്നെ. എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും. ചോര വന്നോടി. ആദി മൂക്ക് തടവിക്കൊണ്ട് അവളെ നോക്കി. കുറച്ച് ചുവന്നു, നല്ല പപ്പട വട്ടത്തിലുണ്ട്. തിരിച്ച് ആദിയുടെ അറ്റാക്ക് വരും മുന്നേ ഇസമ്മ പുതപ്പ് വലിച്ചിട്ട് ഉറങ്ങിയ പോലെ കിടന്നു. ദിവസങ്ങൾക്ക് ശേഷം ആദിയും ഇസമ്മയും മടങ്ങിയെത്തിയതോടെ ഇസമ്മ ആദിയെ സ്നേഹിച്ച് കൊന്നില്ലെന്നേ ഉള്ളൂ. ആദി, ഇങ്ങ് വന്നേ. എൻ്റെ ഇസമ്മേ, നീ ഇങ്ങനെ എന്നെ ഇടം വലം വിടാതെ സ്നേഹിച്ചുകൊണ്ടിരുന്നാലേ ഞാൻ വല്ല പ്രണയരോഗിയുമായി പോകും കേട്ടോ. അതാണെങ്കിൽ ചികിത്സയില്ലാത്ത ഇനം രോഗമാണേ. പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല, പറഞ്ഞേക്കാം. മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന ഇസമ്മയുടെ കഴുത്തിലെ വിയർപ്പിൻ്റെ തുള്ളികളെ ചുണ്ടാൽ ഒപ്പിയെടുത്തുകൊണ്ടാണ് ആദ്യ ഇസമ്മയുടെ കാതുകളിൽ അത് പറഞ്ഞത്. എന്നാലേ ഈ രോഗത്തിന് മരുന്നിനേക്കാളും നല്ലത് എക്സസൈസാണ്. ഡോക്ടറെ, ഈ മാവൊന്ന് നല്ലോണം കുഴക്ക് കേട്ടോ. പണി തരാനുള്ള സ്നേഹമായിരുന്നല്ലേ? ആദ്യ ദയനീയതോടെ നോക്കിയതും ഇസമ്മ നെറ്റിയിലൊന്ന് ചുംബിച്ചു. പിന്നല്ലാതെ 2 ദിവസം കൂടിയല്ലേ രാവും പകലുമില്ലാതെ എന്നെ ഇങ്ങനെ സഹായിക്കാനോ പറ്റുള്ളൂ ചക്കരെ. കയ്യിലെ മാവ് ആദിയുടെ മുഖത്ത് തുടച്ചുകൊണ്ട് ഇസമ്മ പതിയെ ആദിയുടെ കയ്യിൽ നിന്നും ഊരിപ്പോന്നു. എന്നെ മയക്കിയെടുത്ത് ഈ വീട്ടുജോലി ചെയ്യുന്ന പാപമൊക്കെ നീ എവിടെ കൊണ്ടുപോയി തീർക്കുമടി ദുഷ്ടേ? ദേ ഇവിടെ. ആദിയുടെ കൈ പിടിച്ച് വയറിൽ വെച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ഇസമ്മ ആദിയുടെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചു മാറ്റി കഴുത്തിലെ മറുകിൽ ഉമ്മ വെച്ചു. ഞാനെന്ത് ചെയ്യാനാ ആദിക്ക? രുചിയോടെ വല്ലതും കഴിക്കണേലേ ഈ കൈപുണ്യമുള്ള ഡോക്ടർ തന്നെ കരുതണ്ടേ? ഇസമ്മയുടെ സോപ്പിങ്ങിൽ പതഞ്ഞതുപോലെയായിരുന്നു ആദിയുടെ നിൽപ്പ്. നീ എന്നെ തേക്കും അല്ലടി? നിമിഷ നേരം കൊണ്ട് ആദി അവളെ കറക്കി കൈക്കുള്ളിലാക്കിയിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ആദി വീണ്ടും അവളെ ചെന്ന് ചുറ്റിപ്പിടിച്ചു. ദേ, എല്ലാം റെഡി, ഇനി ഞാനൊന്ന് കുളിക്കട്ടെ കേട്ടോടി കാന്താരി. നാളെ മുതൽ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം. മര്യാദയ്ക്ക് നീ നല്ല കുട്ടിയായിക്കോട്ടോ. ആദിയുടെ നെഞ്ചെടുപ്പ് കേട്ട് ഇസമ്മ ആസ്വദിച്ച് കിടക്കുമ്പോഴാണ് ആദി അത് പറഞ്ഞത്. ഷടാ, അതിന് ഞാനിപ്പോൾ എന്താ ചെയ്തേ? എൻ്റെ കൺട്രോള് തെറ്റിക്കാനേ ഇടയ്ക്കിടെ ആദിന്ന് വിളിക്കുന്നതെന്നാ പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായോ? ഓ പിന്നെ, ഞാൻ വിളിക്കും. എനിക്ക് സ്നേഹം കൂടിയാലേ അങ്ങനെ ഒരു ഏനക്കേടുണ്ട് ഡോക്ടറെ. തൻ്റെ ലൊട്ടിലൊടുക്ക് മരുന്ന് കൊണ്ടൊന്നും ഇത് ഭേദമാവില്ല. ആദിയുടെ താഴിയിൽ പിടിച്ചു തൂങ്ങിയായിരുന്നു ഇസമയത് പറഞ്ഞത്. അയ്യോ. ആദി എണീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് ഇസമയവൻ്റെ വയറിലേക്ക് ചാഞ്ഞു. എന്താടി വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനേ കൊണ്ട്? ആദ്യം അത് മറന്നുപോയോ? ഇല്ല, ഞാൻ താടിയെടുക്കില്ല. ഇസമ ആദിയുടെ താടിയെ വല്ലാതെ ഓമനിക്കുന്നത് കണ്ടപ്പോഴേ ആദി അവൻ്റെ നയം വ്യക്തമാക്കി വീണ്ടും ബെഡിലേക്ക് ചാഞ്ഞു. ഒരേ ഒരു വട്ടം. ആദി എൻ്റെ മുത്തല്ലേ, പൊന്നല്ലേ. ഇസമ്മയുടെ കൊഞ്ചൽ കണ്ടതും ആദിക്ക് പിന്നെ ഉറക്കം വന്നില്ല. എങ്ങനെയൊക്കെ ആറ്റുനോറ്റ് വളർത്തിയ താടിയാണെന്നറിയോ? ഈ കടന്ന കൈ വേണോ മോളെ? വേണം, ഇതാ പിടിക്ക്. അവൾ കണ്ണാടിക്ക് മുന്നിൽ ചാരി നിന്നുകൊണ്ട് ട്രിമ്മർ ഓൺ ചെയ്ത് ആദിക്ക് നീട്ടി. കട്ടിത്താടി നിമിഷ നേരം കൊണ്ട് നേർത്തു വന്നതും ഇസമ്മ ചിരി തുടങ്ങി. നട്ടപ്പാതിരയ്ക്ക് എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് നിന്ന് ചിരിക്കുന്നു. വെച്ചിട്ടുണ്ടല്ലോ നിനക്ക് ഞാൻ. ചിരിക്കാതെ പിന്നെ ഈ കോലം കണ്ടാലേ ആരാ ചിരിക്കാതിരിക്കുക? അയ്യേ, ഈ താടി പഴയ പടിയാകാനേ 2 ആഴ്ചയെങ്കിലും പിടിക്കും അല്ലേ ആദി? ഇസമ്മ ആദിയെ ചുണ്ടി പിടിപ്പിച്ചെങ്കിലും അവനെ ആ കോലത്തിലും കാണാൻ ഭംഗിയായിരുന്നു.
മേഘങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രനെ പോലെ നുണക്കുഴി തെളിഞ്ഞു വന്നതും ആദി ചിരിച്ചാൽ ഇതിലും എന്തു ഭംഗിയായിരിക്കുമെന്നാണ് അവളിലെ വായി നോക്കി ഓർത്തത്. ആദി ഒന്ന് ചിരിച്ചേ. പോടി. ചിരിക്കാതി. എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാണോ ഞാനൊന്ന് പറഞ്ഞപ്പോൾ? അതിനവനൊന്ന് ഇളിച്ചു കാണിച്ചു. അച്ചോടാ, എന്താ ഇപ്പൊ ക്യൂട്ടെന്നോ ആദിയെ കാണാൻ. ഇസമ്മ കെട്ടിപ്പിടിച്ച ആദിയുടെ നുണക്കുഴിക്ക് അവളിൽ ശ്വാസമെടുക്കാതെ ഉമ്മ വെച്ചു. താടി പോയാലെന്താ, ഉമ്മ കിട്ടിയല്ലെന്ന സന്തോഷം കൊണ്ട് ആദിയും ചിരിച്ചു. എങ്ങനെ ഞാൻ നഴ്സുമാരുടെ മുഖത്ത് നോക്കും? പിറ്റേന്ന് ആദി ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാകുന്നതിനിടെ ഇസമ്മയോട് ചോദിച്ചു. മോനെ, നഴ്സുമാരെ നോക്കാനല്ലല്ലോ, പേഷ്യൻസിനെ നോക്കാനല്ലേ പോകുന്നേ? ഇസമ്മ ആദിയുടെ നെറ്റിൽ ബാൻഡേജ് ഒട്ടിക്കുന്നതിനിടയിൽ പറഞ്ഞു. ആ പതുക്കെ, നീയൊക്കെ ഡോക്ടറായിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക്. ഒരു ഇഞ്ചക്ഷൻ എടുത്താലേ അതിൻ്റെ വേദന പോകാൻ അടുത്തതൊന്ന്. എൻ്റെ ഡോക്ടറിങ് വന്നേ. ദേ വന്നു. എന്താ? ആദിയെ ചുറ്റിപ്പിടിച്ച് ബലമായി ചുംബിക്കുന്നതിനിടയിൽ അവൻ ചിരിയോടെ പറഞ്ഞു വിലക്കി. പൊന്നു മോളെ, കടിക്കല്ലടി നീ, ഒന്നാമതേ താടിയില്ല. ഏയ്, ഞാൻ അങ്ങനെ ചെയ്യുപോയിക്കാ. ഇല്ലില്ല, പോട്ടടി. ഇങ്ങേർക്ക് രാവിലെ മനുഷ്യനെ കടിച്ചു പറിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടൂലേ? ആദ്യ പോയതിനു പിന്നാലെ ഈ സമയം പതിവ് പോലെ കോളേജിലേക്ക് പോയിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസങ്ങൾ ജനശതാബ്ദി എക്സ്പ്രസ് പോലെ കടന്നുപോയി. ഇടയ്ക്കെല്ലാം കോളേജിലെ ക്ലാസ് മുടങ്ങുമ്പോൾ ഇസമ്മ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടപ്പ് പതിവാണ്. അല്ല, അത് പണ്ടേ പതിവുള്ള കാര്യമാണല്ലോ. ഒരാളെ കെട്ടിയതുകൊണ്ട് ആ ശീലം അങ്ങനെ മാറ്റാൻ പറ്റുമോയെന്ന് ബോറിംഗ് ക്ലാസ്സുകളിൽ ഇസമ്മയുടെ മനസ്സ് ശകാരമട്ടിൽ ചോദിക്കാറുണ്ടെങ്കിലും ഇസമ്മ അറിയാതെ ഹൃദയം കൊണ്ട് ചോദിക്കും. അല്ല, ചോദിച്ചു പോകും. എൻ്റെ ഡോക്ടറെങ്ങാനും ഈ കള്ളക്കളി കണ്ടുപിടിച്ചാലേ എന്നെ പിന്നെ പത്രത്തിൽ പടവായി കാണുന്ന വീട്ടുകാരുടെ അവസ്ഥ. ഓ, അത് ദാരുണം തമ്പുരാനേ. എന്നാലും ആ 14 സീര് ഫുഡും ഈ ഗ്ലാസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആദിക്ക് ക്ഷമിക്കും. കൊടൂര ചിന്തകളെ പുകച്ച് പുറത്ത് ചാടിച്ചുകൊണ്ട് പിന്നാലെ ഈ സമയം ചാടി. ഒരു തന്തൂരി മഷ്റൂം. പിന്നെന്താണ്? മെനു കാർഡ് കൊണ്ടുവച്ച പയ്യൻ ഈ സമയം നോക്കി പേപ്പറിൽ കുറിച്ചെടുത്ത് ചോദിച്ചു. പിന്നെ അവൾ കാർഡിലേക്കൊന്ന് നോക്കിയ ശേഷം സമയം കൂടി നോക്കി ഉറപ്പുവരുത്തി. 2 പൊറോട്ട വേണോ? 4 എണ്ണം വേണോ? മാഡം ഒന്ന് വെയിറ്റ് ചെയ്യും ആശേ, പറയാം. സമയം 2:45. ആദിയുടെ ഡ്യൂട്ടി ടൈം 3:30 വരെ. ആ, സമയമുണ്ട്. ഒപ്പം 4 പൊറോട്ട, പിന്നെ നിങ്ങളുടെ സ്പെഷ്യൽ മസാല ടീയും. ഓർഡർ എടുത്തിട്ട് കുറേ ആയല്ലോ, ഒന്നും ഇതുവരെ മേശമേൽ വരുന്നില്ലല്ലോ. ഫേസ്ബുക്കിൽ ചികയുന്നതിനിടെ ഇസമ്മ പയ്യനെ ഇടയ്ക്കിടെ നോക്കി. കുറച്ച് സമയം കഴിഞ്ഞതും ഓർഡർ ചെയ്ത് ആവിയോടെ അവൾക്ക് മുന്നിൽ വന്നിരുപ്പായി. ഇസമ്മ ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിലാണ് പരിചയമുള്ളൊരു അത്തറിൻ്റെ മണം അടുത്തൂടെ കടന്നു പോയത്. അല്ല, അത് കടന്നു വരുമായിരുന്നു ഇസമ്മയുടെ നേർക്ക്. പടച്ചോനെ, ഇക്ക ഇതെങ്ങനെ ഇവിടെ? ഇത് ഞാനല്ലെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും പടച്ചോനെ? ഷടാ, പൊറോട്ട കൊണ്ട് മുഖം മറക്കാനും പറ്റുന്നില്ലല്ലോ റബ്ബേ. ഇങ്ങേർക്കെന്താ ഇവിടെ കാര്യം? ഡ്യൂട്ടി ടൈം പോലും കഴിഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും ആദ്യം അവൾക്കരികിൽ വന്ന് ദേഷ്യത്തോടെ ചെയർ വലിച്ചിട്ടിരുന്നു. അതേസമയം ഇസമയം യാന്ത്രികമായി എഴുന്നേൽക്കുകയും ചെയ്തു. കൈ രണ്ടും താടി താങ്ങി ദേഷ്യത്തോടെയുള്ള ആദിയുടെ ഇരിപ്പ് കണ്ടതും അവൾക്ക് എന്തു പറയണമെന്ന് അറിയാതെയായി. ആദി, വാ, നമുക്ക് പോകാം. ഇവിടെ വെച്ചെന്നെ ഒന്നും പറയരുത് പ്ലീസ്. പുറത്ത് ചെന്നിട്ട് എന്തു വേണമെങ്കിലും. ഇരിക്കവിടെ. ആദി അവൾക്ക് നേരെ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു. ഇസമ്മ നടുക്കത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അതേ ചെയറിലിരുന്നു. അഡ്മിഷൻ എടുത്തതിൽ പിന്നെ ഇത് 7ാമത്തെ ക്ലാസ്സാണ് കട്ട് ചെയ്തേക്കുന്നേ. ഇവിടെ വന്നിരുന്ന് ഫുഡ് അടിക്കുന്നതിനാണോ ഞാൻ മാസം തോറും കോളേജ് ഫീ അടക്കുന്നേ? അതോ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുപോയി ഇതൊന്നും വാങ്ങിത്തരില്ലെന്ന് വെച്ചിട്ടാണോ ഇങ്ങനെ? സോറി ആദി, ഞാൻ വെറുതെ. ഇസ കരച്ചിലിൻ്റെ വക്കോളം എത്തിക്കൊണ്ടാണ് അത് പറഞ്ഞത്. പോട്ടെ, ഇനി ഇവിടെ ഇരുന്ന് മോങ്ങണ്ട. ഓർഡർ ചെയ്തതൊക്കെ കഴിച്ചിട്ട് വേഗം എണീറ്റ് വാ, വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. എനിക്ക് വേണ്ട ആദി, അവൾ പറഞ്ഞുകൊണ്ട് ആദിക്ക് മുഖം കൊടുക്കാതെ എഴുന്നേറ്റു. ഭക്ഷണത്തിനൊരു വിലയുണ്ട്, വിശപ്പിൻ്റെ വില. അതിങ്ങനെ ഇട്ടെറിഞ്ഞു പോകുമ്പോൾ നിനക്കൊന്നും മനസ്സിലാവില്ല. ഇരിക്കടി അവിടെ. ഐ ആം സോറി ആദി, ഇനി ഞാൻ ഇങ്ങനെയൊന്നും. ആ സാറിൻ്റെ ക്ലാസ് വല്ലാതെ ബോറടിച്ചപ്പോഴാണ് ഞാൻ. ശരി, ആൾക്കാർ ശ്രദ്ധിക്കും. നീ അവിടെ ഇരിക്കൂ കുഞ്ഞേ. സർ, കാർഡൊന്നും വേണ്ട, ഒരു ചിക്കൻ ബിരിയാണി. വേറെന്തെങ്കിലും? ഒന്നും വേണ്ട, ഒന്ന് പോയി തരുമോ? ആദി ദയനീയ ഭാവത്തിൽ പറഞ്ഞതും ആ പയ്യൻ തിരികെ പോയി. അതോടെ ആദി വീണ്ടും ഇസമ്മയ്ക്ക് നേരെ മുഖം തിരിച്ചു. ഇനി എന്നെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിയെങ്കിലും നീ. ആദി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞതും ഇസമ്മ മുഖം താഴ്ത്തിയിരുന്നു.